നമസ്തേ. എല്ലാവർക്കും ശ്രീ സ്കൂൾ ഓഫ് യോഗയുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമുക്ക് കോമൺ യോഗ പ്രോട്ടോക്കോൾ മനസ്സിലാക്കാം. കോമൺ യോഗ പ്രോട്ടോക്കോളിലുള്ള ചില പ്രാണായാമങ്ങളും ആസനങ്ങളും ശ്ലോകങ്ങളും വാമപ്പുകളും ചേർന്നിട്ടുള്ള ഒരു സീക്വൻസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് നടക്കുന്നത് ശ്രീ സ്കൂൾ ഓഫ് യോഗയുടെ കാലടിയിലുള്ള ആർട്ട് ഓഫ് ലിവിങ് ക്യാമ്പസിൽ വെച്ചിട്ടാണ്. നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം, തോളുകളെ കാഴ്ചിടാം, മുഖത്ത് നല്ലൊരു പുഞ്ചിരി വയ്ക്കാം. 3 തവണ ഓം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. കണ്ണുകൾ അടച്ചു, ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ഓം ചൊല്ലാനായി മറ്റൊരു ദീർഘശ്വാസം അകത്തേക്ക്. ശ്വാസമകത്തേക്ക്. ശ്വാസമകത്തേക്ക്. സംഘച്ഛദ്വം സംവദദ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ. സാവധാനം കണ്ണുകൾ തുറക്കാം. നമ്മൾ ആരംഭിക്കുന്നത് ഊർജ്ജസ്വലമാക്കുന്ന ഒരു പ്രാണായാമത്തിലൂടെയാണ്. അതിന് ഏറ്റവും നല്ലത് ഭസ്ത്രിക പ്രാണായാമമാണ്. അപ്പോൾ ഭസ്ത്രിക പ്രാണായാമം ചെയ്യാനായിട്ട് വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവർക്ക് വജ്രാസനത്തിലേക്ക് വരാം. കാൽമുട്ടുകൾ ചേർത്ത് വെച്ച്, കണങ്കാലുകൾ ചേർത്ത് വെച്ച്, നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശത്ത് വയ്ക്കാം. കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കാം. മുഖത്ത് നല്ലൊരു പുഞ്ചിരി, ഒരു സാധാരണ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. നല്ല ഉത്സാഹത്തോടെ കൈകളും ഉപയോഗിച്ച് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ. 6, ഇൻ, 7, ഇൻ, 8, in, 9, in, 10, in, 11, in, 12, in, 13, in, 14, in, 15. റിലാക്സ്. കൈകൾ മടിയിൽ മലർത്തി വയ്ക്കാം. ശരീരത്തിലൂടെ ഒഴുകുന്ന ഊർജ്ജപ്രവാഹം ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ റൗണ്ട് ഭസ്ത്രികയ്ക്കായിട്ട് തയ്യാറെടുക്കാം. അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശത്ത്. മുഖത്ത് നല്ലൊരു പുഞ്ചിരി, ഒരു സാധാരണ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. നല്ല ഉത്സാഹത്തോടെ കൈകളും ഉപയോഗിച്ച് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, in, out, in, out, in, out, in. 6, in, 7, in, 8, in, 9, in, 10, in, 11, in, 12, in, 13, in, 14, in, 15. റിലാക്സ്. കൈകൾ മടിയിൽ മലർത്തി വയ്ക്കാം. നിശ്ചലമായിരിക്കാം. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ട് ഭസ്ത്രികയ്ക്കായിട്ട് തയ്യാറെടുക്കാം. അയഞ്ഞ കൈമുഷ്ടികൾ
തോളുകളുടെ ഇരുവശത്ത്. മുഖത്ത് നല്ലൊരു പുഞ്ചിരി. ഒരു സാധാരണ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. നല്ല ഉത്സാഹത്തോടെ കൈകളും ഉപയോഗിച്ച് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ. 6, in, 7, in, 8, in, 9, in, 10, in, 11, in, 12, in, 13, in, 14, in, 15. റിലാക്സ്. കൈകൾ മടിയിൽ മലർത്തി വയ്ക്കാം. ശരീരത്തിലൂടെ ഒഴുകുന്ന ഊർജ പ്രവാഹം ശ്രദ്ധിക്കാം. സാവധാനം കണ്ണുകൾ തുറക്കാം. ഇനി എവിടെയാണോ അവിടെ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആദ്യം നമുക്ക് കുറച്ച് വാമപ്പുകളിലേക്ക് കടക്കാം. ചലനക്രിയകൾ എന്ന് പറയും. സൂക്ഷ്മ വ്യായാമം, ചലനക്രിയ, പല രീതിയിൽ ശരീരത്തെ ചലിപ്പിക്കാനായിട്ടുള്ള വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം. കൈകളൊക്കെ ഒന്ന് കുടയാം. മുഖത്തൊരു പുഞ്ചിരി ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കൈകൾ മുകളിലോട്ട് ഉയർത്താം, താഴോട്ട് വീഴ്ത്താം. അപ്പ്, ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഇനി ഒരു 10 സെക്കൻഡ് നല്ല സ്പീഡിലുള്ള, നമ്മളെ കൊണ്ട് പറ്റുന്നത്ര സ്പീഡിലായിട്ട്. കമോൺ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ആൻഡ് റിലാക്സ്. സ്ലോ ഡൗൺ ചെയ്ത് വരാം. വിശ്രമിക്കാം. സൂക്ഷ്മ വ്യായാമം അഥവാ ചലനക്രിയകൾ. ആദ്യം നെക്ക് റൊട്ടേഷൻ വെച്ച് തുടങ്ങാം. താടി നെഞ്ചിലേക്ക് അടുപ്പിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ വലതുവശത്തുകൂടെ മുകളിലോട്ട് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് ഇടതുവശത്തുകൂടെ താഴോട്ട്. 1, വരുന്നു. 2, 3, 4 and 5. മറുദിശയിൽ 1, 2, 3, 4 and 5. റിലാക്സ്. മെല്ലെ തിരികെ വരാം. ഇനി തോളുകളിലേക്ക് കടക്കാം. കൈവിരലുകൾ ചേർത്ത് വെച്ച് തോളുകളുടെ മുകളിൽ വെച്ചു. കൈമുട്ടുകൾ ചേർത്ത് വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ ചെവികൾ തഴുകിക്കൊണ്ട് ഉയരുന്നു. ശ്വാസം വിട്ട് നെഞ്ച് വിരിച്ച് താഴുന്നു. 1, 2, എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. പുഞ്ചിരിച്ചുകൊണ്ട്. 3, 4 and 5. റിലാക്സ്. തിരികെ 1, പുറകിലൂടെ 2, 3, 4, 5. റിലാക്സ്. കൈകൾ കുടയാം. കൈ തണ്ടയിലേക്ക് വരാം. പെരുവിരൽ ഉള്ളിൽ വെച്ചൊരു മുഷ്ടിയാക്കിയിട്ട് റിസ്റ്റ് റൊട്ടേഷൻ. 1, 2, 3, 4, 5. മറുദിശയിൽ 1, 2, 3, 4, 5. കൈകൾ നന്നായിട്ട് കുടയാം. റിലാക്സ്. ഇനി നമുക്ക് ഇടുപ്പിലേക്ക് വരാം. കൈകൾ ഇടുപ്പിൻ്റെ മുകളിൽ വെച്ചു. കാലുകൾ കുറച്ച് അകറ്റി വയ്ക്കാം. ഫ്രണ്ടിലോട്ട് ഇടുപ്പ് തള്ളിയിട്ട് തുടങ്ങാം. 1, വെരി ഗുഡ്. 2, 3, 4, 5. മുകൾ ഫ്രണ്ടിലെത്തിയതിന് ശേഷം ഓപ്പോസിറ്റ്. 1, 2, 3, 4 and 5. വിശ്രമിക്കാം. റിലാക്സ്. ഇനി കാലുകൾക്ക് വേണ്ടി നമുക്ക് കാൽമുട്ട് മടക്കി വലത് കാൽമുട്ട് മടക്കാം. നിവർത്താം. 1, 2, 3,
4, 5. റിലാക്സ്. ഇടത് കാല് 1, 2, 3, 4, 5. വെരി ഗുഡ്. ഇനി കണങ്കാലിലേക്ക് പോവാം. വലത് കണങ്കാല് റൊട്ടേഷൻ 1, 2, 3, 4, 5. ഓപ്പോസിറ്റ് 1, 2, 3, 4, 5. ഇടത് 1, 2, 3, 4, 5. മറുദിശയിൽ 1, 2, 3, 4, 5. വെരി ഗുഡ്. കൈകൾക്ക് നന്നായിട്ടൊന്ന് കുടയാം, കാലുകൾ കുടയാം. നമ്മൾ നമ്മുടെ ശരീരം ഇപ്പോൾ ആസനങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. തുടങ്ങിയാലോ? യെസ്, റെഡി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും, എല്ലാ സന്ധികളെയും, മസിലുകളെയും നല്ല രീതിയിൽ ഇത് സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന് മൊത്തത്തിലുള്ളൊരു വ്യായാമമാണ് കോമൺ യോഗ പ്രോട്ടോക്കോളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നട്ടിൽ നിവർത്തി വെച്ച് നിൽക്കാം. യോഗ മാറ്റിൻ്റെ നടുവിലായിട്ട് കാലുകൾ ഇടുപ്പിൻ്റെ അകലം. ആദ്യം താടാസനത്തിൽ ആരംഭിക്കാം. കാലുകൾ തമ്മിൽ ഇടുപ്പിൻ്റെ അകലം, കൈകൾ തളർത്തിയിടാം. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ 2 കൈകളും ഒരുമിച്ച് മുകളിലോട്ട് ഉയർത്താം. മുകളിലെത്തി കൈകൾ കോർത്ത് പിടിച്ച് കൈപ്പത്തികൾ ആകാശത്തേക്ക് മലർത്താം. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. പരമാവധി ശരീരമാദ്യം സ്ട്രെച്ച് ആവട്ടെ. എന്നിട്ട് ഇനിയൊരു ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ മെല്ലെ ഉപ്പൂറ്റി കൂടി തറയിൽ നിന്ന് മുകളിലോട്ട് ഉയർത്താം. അങ്ങനെ ഹോൾഡ് ചെയ്യാം. ശ്വസിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് ഒരു 10 സെക്കൻഡ്. 5, 4, 3, 2, 1. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ഉപ്പുറ്റി മാത്രം താഴോട്ട് വരുന്നു. ഇനി ഒരു ശ്വാസം എടുത്ത് പുറത്തോട്ട് വിടുമ്പോൾ കൈകൾ ഒരുമിച്ച് താഴോട്ട് കൊണ്ടുവരാം. ഇനി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ആസനമാണ് വൃക്ഷാസൻ. അപ്പോൾ നമുക്ക് ഇടത് കാല് വെച്ച് തുടങ്ങാം. ഇടത് കാല് ഉയർത്തി വലത് തുടയുടെ ഉള്ളിലോട്ട് തിരിക. നട്ടെല്ല് നിവർത്തി വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് ബാലൻസ് പോകാൻ സാധ്യതയുണ്ട്, എന്നാലും സാരമില്ല. ബാലൻസ് പോയാലും കാല് താഴോട്ട് പോയാലും വീണ്ടും എടുത്ത് തിരിച്ചു വയ്ക്കുക. പിന്നെ അധികം ബാലൻസ് ഇല്ലാത്തവർക്ക് തുടയിൽ വയ്ക്കുന്നതിന് പകരം കാൽമുട്ടിൻ്റെ താഴെയോ കണങ്കാലിൻ്റെ അടുത്തോ ആയിട്ട് ഈ കാല് വയ്ക്കാം. ഇനി ബാലൻസിൻ്റെ രഹസ്യം, നേരെ മുമ്പിലുള്ളൊരു ബിന്ദുവിൽ നിങ്ങളുടെ ദൃഷ്ടി പതിപ്പിക്കുക. കൈകൾ ലൂസാക്കിയിടാം. ശ്വാസം വിശ്രമിക്കുന്നു. ഇനി ഒരുമിച്ച് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും മുകളിലോട്ട് ഉയർത്തി ശരീരത്തെ മുകളിലോട്ട് നീട്ടി വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ശ്വസിച്ചു കൊണ്ടേയിരിക്കാം. ഒരേ ഇടത്ത് തന്നെ ദൃഷ്ടി പതിപ്പിച്ച്. സാധാരണ ദൈർഘ്യമേറിയ ശ്വാസങ്ങൾ. 5 സെക്കൻഡ് കൂടി. 5, 4, 3, 2, 1. ഇനി ശ്വാസം വിടുമ്പോൾ കൈകൾ മാത്രം ആദ്യം താഴോട്ട്. മറ്റൊരു ശ്വാസം എടുത്ത് വിടുമ്പോൾ കാല് മെല്ലെ താഴോട്ട്. വെരി ഗുഡ്. ഇനി മറ്റേ കാല് വെച്ചിട്ട് വലത് കാല് ഉയർത്തി ഇടത് തുടയിൽ മുകളിലോട്ട് കയറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇടത് കാൽമുട്ടിന് താഴെ, അല്ലെങ്കിൽ കണങ്കാലിൻ്റെ അവിടെ. മടക്കി വെച്ചിരിക്കുന്ന കാൽമുട്ട് ഫ്രണ്ടിലോട്ട് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. കൈകൾ തളർത്തിയിട്ടു. പുഞ്ചിരിച്ചുകൊണ്ടൊരു ശ്വാസം എടുത്ത് 2 കൈകൾ മുകളിലോട്ട് ഉയർത്തി കോർത്ത് പിടിച്ച് മുകളിലോട്ട് വലിക്കാം. സ്ട്രെച്ച്. വയറ് കുറച്ചുള്ളിലോട്ട് വലിക്കാം. 5, 4, 3, 2, 1. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ കൈകൾ മാത്രം താഴോട്ട്. ഇനി ഒരു ശ്വാസം എടുത്ത് വിടുമ്പോൾ ആ വലത് കാലും താഴോട്ട് വയ്ക്കാം. ഇവിടെ നിന്ന് നമുക്കിനി അർദ്ധ ചക്രാസനത്തിലേക്ക് കടക്കാം. ബാക്ക്വേർഡ് ബെൻഡാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത്. കൈകൾ തളർത്തിയിടാം. ഇരുവശത്തായിട്ട് തോളുകൾ അയച്ചിടാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ 2 കൈകളും ഒരുമിച്ച് മുകളിലോട്ട് ഉയർത്താം. മുകളിലെത്തി കഴിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ഇടുപ്പ് മുന്നോട്ട് തള്ളി പുറകോട്ട് വളഞ്ഞ് ആകാശത്തേക്ക് നോക്കാം. അവരവരുടെ നട്ടെല്ലിൻ്റെ വഴക്കമനുസരിച്ച് എത്ര വളയാൻ പറ്റുന്നു അത്രമാത്രം ചെയ്താൽ മതി. ബട്ടക്സ് തമ്മിൽ കുറച്ചൊന്ന് ടൈറ്റാക്കി വെച്ചാൽ ഈ ആസന കുറച്ചും കൂടി നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. കീപ് ബ്രീത്തിങ്. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. 5, 4, 3, 2, 1.
ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ നട്ടെല്ല് നിവർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴോട്ട്. റിലാക്സ്. ഇനി ഹസ്തപാദാസൻ. കൈകൾ തളർത്തിയിടാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും മുകളിലോട്ട് ഉയരുന്നു. ഹസ്ത ഉത്ഥാനാസനത്തിലേക്ക് ചെറുതായിട്ടൊന്ന് വളയുന്നു. വളഞ്ഞിട്ട് മെല്ലെ ബട്ടക്സ് ബാക്കിലോട്ട് തള്ളി കാൽമുട്ട് വളയ്ക്കാതെ മുന്നോട്ട് വളയാം. കാൽമുട്ട് സ്ട്രെയിറ്റ് ആയിരുന്നോട്ടെ. അവസാനം കുറച്ച് വളഞ്ഞാലും സാരമില്ല. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. താടി നെഞ്ചിലേക്ക് അമർത്താം. വയറ് തുടയിലേക്കും അമരട്ടെ. കീപ് ബ്രീത്തിങ്. നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ പരമാവധി ചെയ്യാം. 100% ആത്മാർത്ഥമായിട്ട്. 5, 4, 3, 2, 1. ഇനി വയറുയർത്തുന്നതിന് മുമ്പ് കൈകൾ ആദ്യം മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. നട്ടെല്ല് നിവർത്തി വെച്ചുകൊണ്ട് ഉയർന്നു വരാം. മനോഹരം. ശ്വാസമെടുത്ത് കുറച്ച് പുറകിലോട്ട് വളഞ്ഞു. ഹസ്ത ഉത്ഥാനാസൻ. ശ്വാസം വിട്ടുകൊണ്ട് നട്ടെല്ല് നിവർത്തി കൈകൾ ഇരുവശത്തുകൂടെയും താഴോട്ട് കൊണ്ടുവരാം. ഇനി ത്രികോണാസനം. ത്രികോണാസനം ആദ്യം നമുക്ക് വലതുവശത്തേക്ക് ചെയ്യാം. 2 കാലുകളും വലത്തോട്ട് തിരിച്ചു വയ്ക്കാം. വലത് കാല് പൂർണ്ണമായിട്ടും വലത്തോട്ടും, ഇടത് കാല് ഒരു 15 ഡിഗ്രി വലത്തോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഒരുമിച്ച് മുകളിലോട്ട് ഉയർത്താം. ഭൂമിക്ക് സമാന്തരമായിട്ട് കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചും കൈകളും വലത്തോട്ടൊന്ന് ആദ്യം സ്ലൈഡ് ചെയ്തിട്ട് മെല്ലെ വലത് കൈ താഴോട്ടും ഇടത് കൈ മുകളിലോട്ടും പോട്ടെ. ഇനി കഴുത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർക്ക് തല തിരിച്ച് ഇടത് കൈപ്പത്തിയിലേക്ക് നോക്കാം. സ്ഥിരം സുഖം ആസനം. ആസനത്തിൽ സ്ഥിരതയും സൗഖ്യവും കണ്ടെത്തൂ. ഇനി മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഒരുമിച്ച് മുകളിലോട്ട് ഉയരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വരും. കാലുകൾ ഉയർത്താതെ തന്നെ നമുക്ക് അതേ അളവിൽ 2 കാലുകളെയും ഇടത്തോട്ട് തിരിച്ചു വയ്ക്കാം. നെഞ്ച് നേരെ. മുഖത്തൊരു പുഞ്ചിരിയോടെ ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയരുന്നു. ശ്വാസം വിട്ടിട്ട് ആദ്യം മുട്ട് മടക്കാതെ നെഞ്ചിനെ ഇടത്തോട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഇടത് കൈ താഴോട്ടും വലത് കൈ മുകളിലോട്ടും ഉയർത്തുന്നു. പറ്റുന്നവർക്ക് തല തിരിച്ച് വലത് കൈപ്പത്തിയിലേക്ക് നോക്കാം. 5, 4, 3, 2, 1. ശ്വാസം എടുത്ത് മെല്ലെ 2 കൈകളും ഉയർന്നു വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴോട്ട്. ചാടി തിരിച്ചു വരാം. ഇനി നമുക്ക് ഇരുന്നുകൊണ്ടുള്ള ആസനങ്ങളിലേക്ക് കടക്കാം. എവിടെയാണോ അവിടെ തന്നെ ഇരിക്കാം. ആദ്യം ഭദ്രാസനം. കാൽപാദങ്ങൾ രണ്ടും കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. തുടകളിൽ നല്ലൊരു വലിവ് അനുഭവിക്കാം. കാൽമുട്ടുകൾ എത്ര താഴോട്ട് അമർത്താൻ പറ്റുന്നു അത്രയും നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ തിത്തിലി ബട്ടർഫ്ലൈ ആക്കി മാറ്റാം. ചിറകുകൾ വീശി പറക്കുന്ന ചിത്രശലഭങ്ങളാകാം. വിശ്രമിക്കാം. റിലാക്സ്. ഇനി നമുക്ക് ഉഷ്ട്രാസനത്തിലേക്ക് കടക്കാം. ക്യാമൽ പോസ്. അതിനായിട്ട് നമ്മൾ 2 കാൽ മുട്ടുകളിലേക്ക് വരുന്നു. കാൽമുട്ടുകളുടെയും കാൽപാദങ്ങളുടെയും ഇടയിൽ ഇടുപ്പിൻ്റെ അകലം വെച്ചു. ഉഷ്ട്രാസനം പൂർണ്ണമായിട്ടും വളയാൻ പറ്റാത്തവർക്ക് കൈകൾ ഇടുപ്പിൻ്റെ പുറകിൽ വെച്ച് അർദ്ധ ഉഷ്ട്രാസനം ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് കൈകൾ കണങ്കാലിൽ പിടിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഉഷ്ട്രാസനത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം വലത് കൈ ഉയർത്തി നമുക്ക് വലത് കണങ്കാലിൻ്റെ പുറകിൽ വയ്ക്കാം.
എന്നിട്ട് മെല്ലെ ഇടത് കൈയും കൂടി കണങ്കാലിൻ്റെ പുറകിൽ വെച്ചിട്ട് തുടകളെയും വയറിനെയും മുന്നോട്ട് തള്ളി നെഞ്ച് മുകളിലോട്ട് വിരിച്ച് തല പുറകിലോട്ടിട്ട് ആസനത്തിലേക്ക് വരാം. ശ്വസിച്ചു കൊണ്ടേയിരിക്കാം. എത്ര നെഞ്ചിനെ നമ്മൾ ഉയർത്തി തോളുകളെ റിലാക്സ് ചെയ്യുന്നുവോ അത്രയും ആസനത്തിൽ സ്ഥിരമായി നിലനിൽക്കാം. ഫൈവ്, 4, 3, 2, 1. ഇനി ശ്വാസം എടുക്കുമ്പോൾ ഇടത് കൈ ലെഫ്റ്റ് ഹാൻഡ് മാത്രം മെല്ലെ ഉയർത്തി റിലീസ് ചെയ്യുന്നു. മെല്ലെ വലത് കൈയും ഉയർത്തി വിശ്രമിക്കുന്നു. അവിടെ നിന്ന് കാൽമുട്ടുകൾ ചേർത്ത് വജ്രാസനത്തിലേക്ക് വരാം. ഇനി മെല്ലെ ശിശുവാസനത്തിലേക്ക് വരുന്നു. കൈകൾ യോഗ മാറ്റിൽ വെച്ച് മെല്ലെ മുന്നോട്ട് ഇഴച്ചു കൊണ്ടുപോകാം. നെറ്റി തറയിൽ മുട്ടിക്കാം. താഴോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ കാൽമുട്ടുകൾ കുറച്ചൊന്ന് അകറ്റി വയ്ക്കാം. ശശാങ്കാസനം, ശിശുവാസനം. ഇവിടെ നിന്ന് കുറച്ചും കൂടി ആഴത്തിലുള്ളൊരു വിശ്രമത്തിന് വേണ്ടി കൈകൾ ഇഴച്ച് തിരിച്ച് കാലുകളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് കൈപ്പത്തികൾ മലർത്തി വയ്ക്കാം. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. അമ്മയുടെ വയറ്റിൽ 10 മാസം വിശ്രമിച്ചിരുന്ന പൊസിഷൻ. എല്ലാ പരിശ്രമങ്ങളും വിട്ടുകളയാം. മെല്ലെ കൈകൾ ഇഴച്ച് തോളുകളുടെ അടിയിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് കൈകളുടെ സഹായത്തോടെ മെല്ലെ നട്ടെല്ല് നിവർത്തി വജ്രാസനത്തിലേക്ക് തിരിച്ചു വരാം. വിശ്രമിക്കാം. അവിടെ നിന്ന് കാലുകൾ രണ്ടും നീട്ടി നിവർന്ന് ഇരിക്കാം. നട്ടെല്ല് നിവർത്തി വയ്ക്കാം. നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. കാലുകൾ രണ്ടും നീട്ടി. ഇവിടെ നിന്ന് നമ്മൾ വക്രാസനം അല്ലെങ്കിൽ മരീചി ആസനത്തിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വലത് കാല് മടക്കി ഇടുപ്പിനോട് ചേർത്ത് വയ്ക്കാം. ഇനി ഏത് കാലാണോ മടക്കിയിരിക്കുന്നത്, വലത് കാല് മടക്കിയിരിക്കുന്നതുകൊണ്ട് വലത് കൈനെ പുറകിൽ കുത്താം. ശ്വാസം എടുത്തിട്ട് ഇടത് കൈ മുകളിലോട്ട് ഉയർത്തി ശ്വാസം വിടുമ്പോൾ ഇടത് കൈനെ വലത് കാലിൻ്റെ വലത് വശത്ത് വെച്ച് വലത് കണങ്കാല് പിടിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് തല തിരിച്ച് വലത് വശത്തേക്ക് നോക്കാം. സ്പൈനൽ ട്വിസ്റ്റ്. നട്ടെല്ല് പരമാവധി നിവർന്നിരിക്കട്ടെ. തോളുകൾ അയച്ചിടാം. സാവധാനം ഒരു ശ്വാസം എടുക്കുമ്പോൾ തല നേരെയാകുന്നു, ഇടത് കൈ തിരികെ വരുന്നു. ശ്വാസം വിട്ട് വലത് കാലും വലത് കൈയും നേരെയാകും. ഇനി മറുദിശയിൽ ഇടത് കാല് മടക്കി ഇടുപ്പിനോട് ചേർത്ത് വെച്ചു. ഇടത് കൈ ശരീരത്തിൻ്റെ പുറകിലായിട്ട് കുത്തിവെച്ചു. ശ്വാസം എടുത്തിട്ട് വലത് കൈ ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഇടത് കാലിൻ്റെ ഇടത് വശത്ത് വെച്ച് ഇടത് കണങ്കാല് പിടിക്കാം. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെയാക്കുന്നു, വലത് കൈ റിലീസ് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈയും വലത് കാലും നിവർത്തും. ഇനി ഇവിടെ നിന്ന് നമുക്കിനി കിടന്നുള്ള ആസനങ്ങളിലേക്ക് കടക്കാം. ആദ്യം കമഴ്ന്ന് കിടന്നിട്ടുള്ള പ്രോൺ ആസനങ്ങളും അതിനുശേഷം മലർന്ന് കിടന്നിട്ടുള്ള സുപ്പൈൻ ആസനങ്ങളും. അപ്പോൾ എവിടെയാണോ അവിടെ തന്നെ കമഴ്ന്ന് കിടക്കാം. വിശ്രമിക്കാനുള്ളൊരാസനം മകരാസനത്തിൽ തുടങ്ങാം. 2 കൈപ്പത്തികളും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കമഴ്ത്തി വെച്ചിട്ട് നെറ്റി
ആ കൈപ്പത്തികളുടെ മുകളിൽ വയ്ക്കാം. പൂർണ്ണമായിട്ടും വിശ്രമിക്കാം. മെല്ലെ മകരാസനത്തിൽ നിന്ന് മാറാം. ശലഭാസനത്തിലേക്ക് കടക്കാം. 2 കൈകളും പെരുവിരലുള്ളിൽ വെച്ച് മുഷ്ടിയാക്കി ചുരുട്ടാം. എന്നിട്ട് തുടകളുടെ ഉള്ളിലോട്ട് തിരികാം. കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കാം. ഇനി ശ്വാസം എടുക്കുമ്പോൾ കാലുകളുടെ ഭാരം 2 കൈമുഷ്ടികളിലും കൊടുത്തുകൊണ്ട് മെല്ലെ 2 കാലുകളും ഒരുമിച്ച് ഉയർത്താം. കാൽമുട്ട് മടങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. താടി തറയിൽ തന്നെ. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ കാലുകൾ രണ്ടും താഴോട്ട്. കൈകൾ വിടുവിച്ച് 2 കൈപ്പത്തികളും തോളുകളുടെ അടിയിൽ വെച്ച് ഭുജംഗാസനത്തിനായിട്ട് തയ്യാറെടുക്കാം. കൈമുട്ടുകൾ ആകാശത്തേക്ക്, കാൽപാദങ്ങൾ ചേർത്ത്. ശ്വാസം മെല്ലെ അകത്തോട്ടെടുക്കുമ്പോൾ താടി ഉയരുന്നു, നെഞ്ചുയരുന്നു, പൊക്കിൾ വരെ ഉയരുന്നു. കൈമുട്ടുകൾ സ്ട്രെയിറ്റ് ആക്കാതെ ചെറുതായിട്ട് മടക്കി തന്നെ വയ്ക്കുന്നു. ശരീരത്തോട് ചേർത്ത് വയ്ക്കാം. നേരെ നോക്കി തോളുകൾ താഴോട്ട് അമർത്തി വിശ്രമിക്കാം. തോളുകൾ ഉയരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. 5, 4, 3, 2, 1. ഇനി ശ്വാസം വിടുമ്പോൾ പതുക്കെ ആദ്യം വയറ് താഴോട്ട്, പിന്നെ നെഞ്ച് താഴോട്ട്, താടി താഴോട്ട്. മകരാസനത്തിൽ വിശ്രമിക്കാം. ഇനി മലർന്നു കിടന്നിട്ടുള്ള സുപൈൻ ആസനങ്ങൾ ചെയ്യാം. വലതുവശം ചെരിഞ്ഞ് മലർന്നു കിടക്കാം. ആദ്യം പവൻ മുക്താസന ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും മുകളിലോട്ട് പൊക്കി നെഞ്ചിലേക്ക് മടക്കി കൈകൾ കൊണ്ട് നെഞ്ചിലോട്ട് ചേർത്ത് പിടിക്കാം. ശ്വാസം വിടുമ്പോൾ മെല്ലെ തല ഉയർത്തി കാൽമുട്ടുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരാം. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. ശരീരം ഒരു പന്ത് പോലെ ഉരുണ്ടിരിക്കട്ടെ. Keep breathing. സാവധാനം ഒരു ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ തല താഴോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താഴെ, കാൽമുട്ട് മടക്കി വയ്ക്കാം. സേതു ബന്ധാസനത്തിലേക്ക് കടക്കാം. ബ്രിഡ്ജ് പോസ്. കാൽപാദങ്ങൾ തമ്മിൽ ഇടുപ്പിൻ്റെ അകലം, കാൽമുട്ടുകളും അകറ്റി വയ്ക്കാം. കൈപ്പത്തികൾ 2 കാൽപാദങ്ങളുടെയും ഇരുവശത്തായിട്ട് കമഴ്ത്തി വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ തുടകൾ ഉയരുന്നു, ഇടുപ്പുയരുന്നു, നെഞ്ചുയർന്ന്, വയറുയർന്ന്, താടി നെഞ്ചിലേക്കും നെഞ്ച് താടിയിലേക്കും അമർത്തി വയ്ക്കാം.
ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. കീപ് ബ്രീത്തിങ്. കുറച്ചുകൂടി ഉയർത്താം. 5, 4, 3, 2, 1. ശ്വാസം വിട്ടുകൊണ്ട് ഇടുപ്പ് താഴോട്ട്, കാലുകൾ നീട്ടി വയ്ക്കാം. കാലുകൾ നീട്ടി ശവാസനത്തിൽ വിശ്രമിക്കാം. കൈകൾ മടിയിൽ, കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തായിട്ട് മലർത്തി വയ്ക്കാം. കാലുകളും കുറച്ച് അകറ്റി വയ്ക്കാം. ശരീരം പൂർണ്ണമായിട്ടും തളർത്തിയിടാം. കണ്ണുകൾ അടച്ചു വെച്ച് ശവാസനത്തിൽ കിടന്നുകൊണ്ട് നമുക്ക് യോഗനിദ്ര ചെയ്യാം. സാവധാനം കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കാം. വലത് കൈ മടക്കി ഒരു തലയണ പോലെ തലയുടെ അടിയിൽ വയ്ക്കാം. ഇനി രണ്ട് കൈകളുടെയും സഹായത്തോടെ വലതുവശം ചെരിഞ്ഞ് മെല്ലെ എഴുന്നേറ്റ് ഇരിക്കാം. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. ആസനങ്ങളുടെ അവസാനം മനസ്സിനെയും ശരീരത്തിനെയും വിശ്രമിപ്പിക്കുന്ന ഒരു പ്രാണായാമം ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാഡി ശോധന പ്രാണായാമം. ഇടത് കൈ ചിൻമുദ്രയിൽ വെച്ചു. ചൂണ്ടുവിരലും തള്ളവിരലും ഇടത് തുടയുടെ മുകളിലായിട്ട് മലർത്തി, വലത് കൈ നാസാഗ്രമുദ്രയിൽ, പെരുവിരൽ വലത് മൂക്കിൻ്റെ മുകളിലും മോതിരവിരൽ ഇടത് മൂക്കിൻ്റെ മുകളിലും, മറ്റ് രണ്ട് വിരലുകൾ നെറ്റിയുടെ മധ്യഭാഗത്തും. ആദ്യം രണ്ട് മൂക്കിലൂടെയും ശ്വാസം അകത്തേക്ക് എടുക്കാം. ഇടത് മൂക്കിലൂടെ പുറത്തോട്ട് വിടാം. ഇനി ആരംഭിക്കാം. സാവധാനം ഇടതിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കാം. വലതിലൂടെ പുറത്തേക്ക് വിടാം. വലതിലൂടെ അകത്തേക്ക് എടുക്കാം. ഇടതിലൂടെ പുറത്തേക്ക് വിടാം. ഇടതിൽ അകത്ത്, വലതിൽ പുറത്ത്. വലതിൽ അകത്ത്, ഇടതിൽ പുറത്ത്. തുടരാം. ഇടതിലൂടെ അകത്ത്, പതുക്കെ. വലതിലൂടെ പുറത്ത്. വലതിലൂടെ അകത്ത്, ഇടതിലൂടെ പുറത്ത്. മുഖത്തൊരു പുഞ്ചിരിയോടെ തുടരാം. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. അവസാനത്തെ റൗണ്ട്. ഈ റൗണ്ട് കഴിയുമ്പോൾ മെല്ലെ വലത് കൈയും മടിയിൽ മലർത്തി വയ്ക്കാം. സാവധാനം കണ്ണുകൾ തുറക്കാം. ഇനി നമുക്ക് ഒരു യോഗ സെഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കാം.
അതാണ് ധ്യാനം. ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി പറഞ്ഞ ധ്യാനത്തിനെ കുറിച്ചുള്ള 3 സുവർണ തത്വങ്ങൾ മനസ്സിൽ വയ്ക്കാം. അചാഹ, അപ്രയത്ന, അകിഞ്ചന. ഐ വാണ്ട് നത്തിങ്, ഐ ഡു നത്തിങ്, ഐ ആം നത്തിങ്. ധ്യാനിക്കാൻ പോകുന്ന ഈ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് എനിക്കൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം നിങ്ങൾ ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കുക. രണ്ടാമത്തത് ഐ ഡു നത്തിങ്, ഞാനൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു പ്രയത്നം വരികയാണ്. പ്രയത്നം ധ്യാനത്തിനൊരു തടസ്സമായിട്ട് മാറി. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. മൂന്നാമത്തത് ഞാൻ ആരുമല്ല, ഐ ആം നത്തിങ്. നമ്മുടെ ജീവിതത്തിൽ അണിയുന്ന എല്ലാ തൊപ്പികളെയും തൽക്കാലം നമ്മൾ ഒഴിവെച്ച് ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല എന്ന ഒരു സങ്കല്പത്തോടെ ഇരിക്കാം. കൈകൾ മടിയിൽ മലർത്തി വയ്ക്കാം, തോളുകൾ അയച്ചിടാം. കുറച്ചു നേരം നടുനിവർത്തി തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിലിരുന്ന് ധ്യാനം ചെയ്യാം. തറയിലിരിക്കുന്നവർക്ക് സുഖാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കാം. നട്ടെല്ല് നിവർത്തി വെച്ച് കണ്ണുകൾ അടച്ചു വയ്ക്കാം. മുഖത്ത് നല്ലൊരു പുഞ്ചിരി, തോളുകൾ അയച്ചിടാം. Let us sit comfortably and easily. നമുക്ക് സുഖകരമായി ഇരിക്കാം. Keep our spine erect. നട്ടെല്ല് നിവർത്തി വയ്ക്കാം, തോളുകൾ അയച്ചിടാം, കണ്ണുകൾ അടയ്ക്കാം. ഒരു ദീർഘശ്വാസമകത്തേക്കെടുക്കാം. എന്നിട്ട് ശ്വാസമുള്ളിൽ പിടിച്ചു നിർത്താം. ഇനി ശ്വാസത്തിലുള്ള പിടി വിട്ടുകളയാം. ശ്വാസത്തെ തനിയെ പുറത്തു വരാൻ അനുവദിക്കാം. വീണ്ടും ശ്വാസമുള്ളിൽ സ്വയം നിറയാൻ തുടങ്ങുന്നു. അത് നിറയട്ടെ. പൂർണ്ണമായും ശ്വസിച്ചതിന് ശേഷം ശ്വാസം പിടിച്ചു നിർത്താം. ശ്വാസം നിലയ്ക്കുമ്പോഴുള്ള മനസ്സിന്റെ അവസ്ഥ ശ്രദ്ധിക്കാം. മെല്ലെ മെല്ലെ ശ്വാസത്തിലുള്ള പിടിവിട്ട് തുടങ്ങാം. അപ്പോൾ അത് തനിയെ പുറത്തു വരാൻ തുടങ്ങും. വീണ്ടും ഒരു ശ്വാസമകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വസിച്ചതിന് ശേഷം ശ്വാസം പിടിച്ചു നിർത്താം. ശ്വാസം നിലയ്ക്കുമ്പോഴുള്ള മാനസികാവസ്ഥ ശ്രദ്ധിക്കാം. എല്ലാം സ്തംഭിച്ചിരിക്കുന്നു. എല്ലാം നിശ്ചലമായിരിക്കുന്നു. ശ്വാസം നിലയ്ക്കുന്നതോടെ മനസ്സും നിലയ്ക്കുന്നു. ഇനി കൂടുതൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ മെല്ലെ വിട്ടുകളയാം. ശ്വാസം താനെ പുറത്തു വരാൻ തുടങ്ങും. ഇപ്പോൾ ശരീരത്തിന് ആശ്വാസവും വിശ്രമവും ലഭിച്ചിരിക്കുന്നു. ഇതൊന്ന് തിരിച്ചറിയാം. മനസ്സിൽ ശരീരത്തിനോട് ബഹുമാനം പുലർത്താം. നിങ്ങളുടെ ശരീരം കോടിക്കണക്കിന് അണുപരമാണുക്കളാൽ നിർമ്മിതമാണ്. ഈ ശരീരം നമുക്ക് ലഭിച്ച അത്ഭുതകരമായ ഒരു സമ്മാനമാണ്. Honor your own body. Your body is the most precious gift to you from nature. The millions and trillions of cells in your body. Now become aware of the air all around. ഇനി നിങ്ങളുടെ ഉള്ളിലും ചുറ്റുപാടിലുമുള്ള വായുവിനെക്കുറിച്ച് ബോധമുള്ളവരാകാം. The second dimension. രണ്ടാമത്തെ ഡയമെൻഷൻ, The breath. ശ്വാസം. It is the breath that is keeping us alive. നമ്മെ ജീവനോടെ നിലനിർത്തുന്നത് ശ്വാസമാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതു മുതൽ നമ്മുടെ സഹചാരിയായിരുന്ന ഈ ശ്വാസം അവസാന നിമിഷം വരെ നമ്മിൽ നിലനിൽക്കും.
ജീവന്റെ സുഹൃത്താണ് ശ്വാസം. जैसे जल में വെള്ളത്തിൽ മീൻ എന്ന പോലെ വായുവിൽ നമ്മൾ. भीतर और बाहर അകത്തും പുറത്തുമുള്ള വായു ഒരുമിച്ച് അനുഭവിക്കൂ. feel the air inside and outside of you simultaneously. Now breathe in with പുഞ്ചിരിയോടെ ഒരു ശ്വാസം അകത്തേക്കെടുക്കാം. പുഞ്ചിരിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക്. പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തും തലച്ചോറിലുമുള്ള എല്ലാ പേശികൾക്കും ആഴത്തിലുള്ള വിശ്രമം ലഭിക്കുന്നു. तीसरे ഇനി നമുക്ക് മൂന്നാമത്തെ ഡയമെൻഷനിലേക്ക് പോകാം. മനസ്സ്, विचार ചിന്തകൾ അലയുന്ന ഇടം, जहाँ भावनाएं വികാരങ്ങൾ ഉത്ഭവിക്കുന്ന ഇടം, अपना ही. നമ്മുടെ സ്വന്തം മനസ്സ്. Let's move to the third dimension, our mind. Our body is like the wick of a candle. The mind is a glow all around it. शरीर बात ശരീരം ഒരു തിരിയാണെങ്കിൽ മനസ്സ് അതിലെ തീനാളമാണ്. മനസ്സ് ഒരു മേഘം പോലെ ശരീരത്തിനകത്തും പുറത്തും കറങ്ങുന്നു. आप നിങ്ങൾ മനസ്സ് തന്നെയാണ്. our body is in നമ്മുടെ ശരീരം മനസ്സിൻ്റെ ഉള്ളിലാണ്. rather അതായത് ശരീരം നിങ്ങളുടെ ഉള്ളിലാണ്. as you നിങ്ങൾ relax വിശ്രമിക്കുമ്പോൾ മനസ്സ് വികസിക്കുന്നു. and as the mind expands, your body relaxes. മനസ്സ് വികസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വിശ്രമിക്കുകയും ചെയ്യുന്നു. Let's take a deep breath in, and as we breathe out, relax even more. ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കാം. ശ്വാസം പുറത്തുവിടുമ്പോൾ കൂടുതൽ കൂടുതൽ വിശ്രമിക്കാം. ഒരു പുഞ്ചിരിയോടെ വിശ്രമിക്കൂ. എന്തൊക്കെ ചിന്തകൾ വന്നാലും അവ വന്നുകൊള്ളട്ടെ. നല്ലതായാലും മോശമായാലും എല്ലാ ചിന്തകളെയും സ്വീകരിക്കാം. जैसे हर ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായ പ്രാധാന്യമുള്ളതുപോലെ ഓരോ ചിന്തകൾക്കും മനസ്സിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്. എല്ലാ ചിന്തകളെയും സ്വീകരിക്കാം. take them all. അവയെല്ലാം നിങ്ങളോടൊപ്പം കൊണ്ടുപോകാം. You are much മനസ്സിൽ അലയടിക്കുന്ന ഈ ചിന്തകളെക്കാളും വളരെ വലുതാണ് നിങ്ങൾ. a deep breath in and breathe out. सांस लीजिए. ഒരു ശ്വാസമകത്തേക്ക്, മെല്ലെ പുറത്തേക്ക്. തോളുകൾ കൂടുതൽ അയച്ചിടാം. Become aware of the vast sky. विशाल വിശാലമായ ആകാശത്തെക്കുറിച്ച് ബോധമുള്ളവരാകാം. हमारी चेतना നമ്മുടെ ചേതനയും ഇങ്ങനെയാണ്, ആകാശം പോലെ വിശാലം. You are like the blue sky, unaffected, untainted. Relax. വിശ്രമിക്കാം. നിങ്ങളായി തന്നെ ഇരിക്കാം. നമ്മുടെ ഉള്ളിൽ തന്നെ വിശ്രമം കണ്ടെത്തുക. Repose in yourself. Let go. എല്ലാ പിരിമുറുക്കങ്ങളും ആശങ്കകളും ഉപേക്ഷിക്കാം. സ്വയം വിശ്രമിക്കാം. Any discomfort, any tension you feel anywhere in the body, just let it be.
कोई तनाव നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സാരമില്ല, वे अपने അത് സ്വയം ശരിയാകും. आप अपने നിങ്ങളിൽ തന്നെ വിശ്രമിക്കുക. take another deep മറ്റൊരു ദീർഘശ്വാസമകത്തേക്ക്, പുറത്തേക്ക്. ओम शांति शांति शांति. സാവധാനം ശരീരത്തെയും ചുറ്റുപാടുകളെയും കുറിച്ച് ബോധമുള്ളവരാകാം. मुस्कुराते പുഞ്ചിരിയോടെ ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കാം. പുഞ്ചിരിച്ചുകൊണ്ട് സാവധാനം ശ്വാസം പുറത്തേക്ക്. ഇനി നമുക്ക് മനസ്സിലൊരു സങ്കല്പം എടുക്കാം. ഞാൻ ഈ ശരീരവും മനസ്സും സ്വസ്ഥമായി വയ്ക്കും, ആരോഗ്യകരമായിട്ട് വയ്ക്കും എന്നുള്ളൊരു സങ്കല്പം. ആരോഗ്യകരമായ ഒരു മനസ്സും ശരീരവും ഞാൻ വളർത്തിയെടുക്കും. എനിക്ക് ലഭിച്ച സന്തോഷവും സമാധാനവും ആരോഗ്യവും ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും എന്നുള്ള ഒരു സങ്കല്പവും നമുക്കെടുക്കാം. I am happy, I am healthy, and I will use my energy and my health to make others happy and healthy. ഇനി ശാന്തി മന്ത്രം ഉരുവിട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്വാസമകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. മുഖത്തൊരു പുഞ്ചിരിയോടെ മറ്റൊരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടാം. സാവധാനം എപ്പോൾ പൂർണ്ണമെന്ന് തോന്നുന്നുവോ അപ്പോൾ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാം. സ്ലോലി ഗ്രാജുവലി യു മേ ഓപ്പൺ യുവർ ഐസ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കോമൺ യോഗ പ്രോട്ടോക്കോളിൻ്റെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ശ്രീ സ്കൂൾ ഓഫ് യോഗയുടെ ഭാഗത്തു നിന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു ഹൃദയം നിറഞ്ഞ അന്താരാഷ്ട്ര യോഗാ ദിന ആശംസ ഞങ്ങൾ നൽകുന്നു. അപ്പോൾ നിങ്ങൾ യോഗയിൽ തുടക്കക്കാരാണെങ്കിലും കുറേ വർഷങ്ങളായിട്ട് യോഗ ചെയ്യുന്നവരാണെങ്കിലും ഈ ദിവസം നന്നായിട്ട് ആഘോഷിക്കുക, യോഗയുടെ ഒരു ഉത്സവമാക്കി മാറ്റുക. ഇനി ഇതുവരെ നിങ്ങൾ യോഗ ചെയ്തിട്ടില്ലെങ്കിലും തുടങ്ങാനുള്ളൊരു നല്ലൊരു അവസരമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾക്കും ഇനി യോഗ ക്ലാസ്സുകൾക്കും ശ്രീ സ്കൂൾ ഓഫ് യോഗയുടെ ചാനലുകളും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ചാനലുകളും നിങ്ങൾക്ക് പരിചയപ്പെടാം. നന്ദി, നമസ്കാരം.